റെജി ലൂക്കോസ് പാർട്ടി വിട്ടിട്ട് BJP-യിലേക്ക് പോയി. ആ സമയത്ത് ഇവരെന്താ പറഞ്ഞേ, ഏത് റെജി ലൂക്കോസ്, ആരായി റെജി ലൂക്കോസ് എന്നൊക്കെ പറഞ്ഞു. ഇത്രയും കാലം അദ്ദേഹം ചാനൽ ചർച്ചകളിൽ വന്നിട്ട് CPM-നെ ന്യായീകരിക്കുന്ന സമയത്ത് ഈ ഒരു ചോദ്യം ഉണ്ടായിട്ടില്ല. അത് ശരിയാ. മഞ്ജുഷേ, ഈ ഇടത് നിരീക്ഷകർ എന്ന് പറഞ്ഞ് നിങ്ങൾ ഇരുത്തിയിരിക്കുന്ന എല്ലാ ആളുകളും ദശാസന്ധിയിലല്ലേ? കാരണം വസീഫ് ചോദിച്ച അടുത്ത ചോദ്യം, നിരീക്ഷകൻ പാർട്ടിക്ക് അകത്താണോ പുറത്താണോ, ഇതായിരുന്നു അടുത്ത ചോദ്യം. അപ്പോ അതിന് ഞാനൊരു മറുപടി പറഞ്ഞു. ആ മറുപടി കേൾക്കുമ്പോ യഥാർത്ഥത്തിൽ ഇതിനുള്ള ഉത്തരം ശ്രീജിത്ത് പണിക്കറിന് കിട്ടും. മൂന്നാം തവണയും അധികാരം നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടെ CPM സംസ്ഥാനത്തുടനീളം വീടുകൾ തോറും കയറി ജനങ്ങളെ നേരിൽ കണ്ടു തുടങ്ങി. ഭരണ നേട്ടങ്ങളും വാഗ്ദാനങ്ങളും മുന്നോട്ട് വെച്ച് ജനവിശ്വാസം ഉറപ്പിക്കാനുള്ള ശ്രമമാണ്. നിലയില്ലാ കയത്തിലുള്ള ഒരു കൈയിട്ടടി എന്ന രീതിയിലത്തേക്ക് മാത്രമേ ഞാൻ അതിനെ കാണുന്നുള്ളൂ. പക്ഷേ എനിക്ക് പ്രതീക്ഷയില്ല. നമ്മൾ മുമ്പ് 2018 ശബരിമല യുവതീ പ്രവേശ വിധി ഉണ്ടായതിനു ശേഷം 2019 നമ്മൾ കണ്ടിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് അന്ന് ഒരു ഭവന സന്ദർശനം നടത്തുന്നത്. ആ സമയത്ത് ആൾക്കാരോട് ഇവര് നിരുപാധികം മാപ്പ് പറയുകയായിരുന്നു. പുറമേ അവരിപ്പോഴും സമ്മതിക്കുന്നില്ല എങ്കിലും പല വീടുകളിലും ചെന്നതിന് ശേഷം അന്ന് യുവതീ പ്രവേശം അവിടെ നടന്നത് ഒരു തെറ്റാണ് എന്ന മട്ടിൽ ഇവർ മാപ്പ് പറയുകയായിരുന്നു എന്നാണ് പല വീട്ടുകാരും ആ സമയത്ത് പറഞ്ഞിരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായിരിക്കുന്നത് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയാണ്. അത് നിലവിലെ സാഹചര്യത്തിൽ CPM-നെ സംബന്ധിച്ചിടത്തോളം ന്യായീകരിക്കാനായിട്ട് കഴിയുന്ന കാര്യമല്ല. അതിൽ അവർക്ക് അത്രത്തോളം ക്ഷീണമുണ്ടായിരുന്നത് കൊണ്ടാണ് ഇവിടെ ഒരു പാരഡി പാട്ടുണ്ടായിരുന്നതിനെതിരെ പോലും കേസെടുക്കുന്നതിന് വേണ്ടിയിട്ടും ആ പാട്ടിന്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്ന ആൾക്കാരെല്ലാം മുസ്ലിങ്ങളാണ്, അതുകൊണ്ട് മതസ്പർദ്ധ പോലും അതിൽ ചാർജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒക്കെ തന്നെ ഒരു ശ്രമമുണ്ടായിരുന്നു. ബാക്കിയൊന്നും ഞാൻ പറയുന്നില്ല. റിജി, കഷ്ടപ്പെടുമല്ലോ CPM-ന്റെ. ഇപ്പോൾ ഞാൻ പറയുന്ന മുതിർന്ന നേതാക്കളുടെ കാര്യമല്ല, താഴെ തട്ടിലുള്ള നേതാക്കൾ കഷ്ടപ്പെടും ഇക്കാര്യത്തിൽ എന്ത് വിശദീകരണം നൽകണമെന്ന്. കാരണം അവരുടെ ഒരു വികാരമുണ്ട്. കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിച്ചതുമാണ്. മറുപടി നൽകാൻ പറ്റാത്ത പല വിഷയങ്ങളും ഉണ്ടായിരുന്നു. ഇനി അവരോട് വീട് കയറി വിശദീകരിക്കണം എന്ന് പറയുമ്പോൾ ജനങ്ങൾ നേരിട്ട് അവരോട് ചോദിക്കാൻ പോവുകയാണ്. കഷ്ടപ്പെടും CPM-ന്റെ നേതാക്കൾ സ്വാഭാവികമായിട്ടും. ഞാൻ നമ്മുടെ പാർട്ടിയുടെ ഇമേജ് വർദ്ധിപ്പിക്കാൻ വേണ്ടി ആലോചിക്കുമ്പോ ഒരിക്കലും ഇല്ല മഞ്ജുഷേ. കാരണം ഈ ഗൃഹങ്ങളിൽ പോവുക, അവരുമായി സമ്പർക്കത്തിൽ ഏർപ്പെടുക, അവരുമായി ആശയവിനിമയം നടത്തുക എന്നുള്ളത് CPM-ന്റെ അഖിലേന്ത്യാ സെക്രട്ടറി മുതൽ ഇങ്ങേയറ്റത്തുള്ള ഒരു സാധാരണ മെമ്പർ വരെ ചെയ്യുന്ന പ്രവൃത്തിയാണ്. അങ്ങനെ ഒരു സംഘടന പാർട്ടി വീടുകൾ മാത്രമേ കയറുകയുള്ളൂ അല്ലല്ലോ? എല്ലാ വീടുകളിലും എല്ലാ ഗൃഹസന്ദർശനം എന്ന് പറഞ്ഞാൽ അങ്ങനെ പാർട്ടിക്കാരെ മാത്രം ബോധ്യപ്പെടുത്താനല്ലല്ലോ. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ അങ്ങനെ പാർട്ടിക്കാർ മാത്രം വോട്ട് ചെയ്താലാണോ ഒരു പാർട്ടി അധികാരത്തിൽ വരുന്നത്? മഞ്ജുഷ ഒന്ന് ആലോചിച്ച് നോക്കൂ. കേരളത്തിൽ അങ്ങനെയാണെങ്കിൽ മറുപടി വളരെ ക്ഷമയോടെ കേൾക്കേണ്ടി വരും കേട്ടോ ഇത്തരം കാര്യം. കാരണം അത്രമാത്രം ജനങ്ങൾക്ക് പറയാനുണ്ടാവും. എന്റെ അമ്മേ, ഇത്രയും പുളിച്ച തേറി ഞാൻ എന്റെ ജീവിതത്തിൽ കേട്ടിട്ടില്ല. വിദ്യാഭ്യാസ രംഗത്ത് അങ്ങനെ ഓരോ രംഗത്തും വരുത്തിയിട്ടുള്ള കാതലായ മാറ്റങ്ങൾ ഞങ്ങൾ അവരെ ബോധ്യപ്പെടുത്തും. പാർട്ടിക്ക് അവർക്ക് ബോധ്യപ്പെട്ടത് കൊണ്ടാണല്ലോ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടായത്. ഇനി അത് മറിച്ച് എങ്ങനെ ബോധ്യപ്പെടുത്താനാണ് അഡ്വക്കേറ്റ് PA പ്രജി? അവിടെയാണ് നേതാക്കന്മാർ ബുദ്ധിമുട്ടുമെന്ന് പറയുന്നത്. ഇപ്പോൾ വലിയ നേതാക്കന്മാർക്ക് ഈ പാർട്ടി വീടുകളിൽ കയറി ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്ത് മടങ്ങാം. അങ്ങനെയല്ല താഴെ തട്ടിലുള്ള നേതാക്കളുടെ കാര്യം. എന്നെ ഇന്നലെയും തല്ലി. ഞാൻ പറഞ്ഞില്ലേ, എന്നെ ഇവർക്ക് വലിയ കാര്യമാണ്. ഒന്ന് തല്ലണമെങ്കിലും ഞാൻ തന്നെ വേണം. നിങ്ങൾ തോറ്റെങ്കിൽ നിങ്ങൾ തോറ്റു. അത്ര മെച്ചപ്പെട്ട ഭരണമായിരുന്നല്ലോ കഴിഞ്ഞ കോർപ്പറേഷൻ തിരുവനന്തപുരത്ത് നടത്തിയത്. ഒരുപക്ഷെ കേരളത്തിൽ കഴിഞ്ഞ 5 വർഷത്തിൽ ഒരൊറ്റ തദ്ദേശ ഭരണ സ്ഥാപനവും ഇതേ രീതിയിലത്തേക്ക് മാധ്യമങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല. അതിന്റെ കാരണം എന്താ? അവിടെ അത്രത്തോളം മോശമായിട്ടുള്ള ഭരണമായിരുന്നു എന്നതുകൊണ്ടാണ്. എനിക്ക് തലയ്ക്ക് സ്ഥിരതയില്ലെന്നാണ് നിങ്ങൾ പറഞ്ഞു വരുന്നത്. സത്യം അതാണെങ്കിലും അത് തുറന്നു പറഞ്ഞ് മാഷിന്റെ മനസ്സ് വേദനിപ്പിക്കുന്നത് എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. അത് ശരി. അടുത്തിടെ വന്നിരുന്ന വേറൊരു കാര്യം കണ്ടതല്ലേ, റെജി ലൂക്കോസ് പാർട്ടി വിട്ടിട്ട് BJP-യിലേക്ക് പോയി. ആ സമയത്ത് ഇവരെന്താ പറഞ്ഞേ, ഏത് റെജി ലൂക്കോസ്, ആരായി റെജി ലൂക്കോസ് എന്നൊക്കെ പറഞ്ഞു. ഇത്രയും കാലം അദ്ദേഹം ചാനൽ ചർച്ചകളിൽ വന്നിട്ട് CPM-നെ ന്യായീകരിക്കുന്ന സമയത്ത് ഈ ഒരു ചോദ്യം ഉണ്ടായിട്ടില്ല. അതൊക്കെ അന്ന് കഴിഞ്ഞു പോയ സംഭവം, അത് വിടുക. ആരോപണങ്ങൾ നമുക്ക് നേരെ വരുമ്പോഴത്തേക്കും നമ്മൾ അതൊന്നും ശ്രദ്ധിക്കാതെ ശാന്തമായിരിക്കണം. ഈ ലൂക്കോസ് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ കൂടെ ഉള്ളതല്ല എന്ന് പറഞ്ഞിട്ട് അവസാനം ആയിഷ പോറ്റി ചാടിയപ്പോൾ എന്ത് പറഞ്ഞു? വർഗവഞ്ചക. നോക്കൂ, ഇത് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എത്രയോ ആൾക്കാർ, ഇപ്പം സരിൻ ഏത് പാർട്ടിയിലുള്ള ആളായിരുന്നു?
സരിൻ ഇപ്പോ പിന്നെ CPM-ലേക്ക് വന്നിരുന്ന സമയത്ത് വർഗവഞ്ചകനായിട്ടുള്ള ഒരാളാണ്, അതുകൊണ്ട് അദ്ദേഹത്തിനെ നമുക്ക് എടുക്കണ്ട എന്ന് പറയുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആദർശത്തിലെ അദ്ദേഹം വേണ്ട എന്ന് വെച്ചതാണ് എന്ന് പറയുന്നുണ്ടോ? അങ്ങനെ എത്ര പേര്, അനിൽകുമാർ ഉൾപ്പെടെ എത്രയോ ആൾക്കാർ അങ്ങനെ ചാടി വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ അമ്മ, ഇതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണെന്ന്. നിങ്ങളുടെ പാർട്ടി വിടുമ്പോൾ വർഗവഞ്ചക അല്ലേ? അങ്ങനെയാണ്. അപ്പോൾ തിരിച്ചു വരുമ്പോൾ എങ്ങനെയാണെന്നാണ്? വളരെ യഥാർത്ഥത്തിൽ എന്നെ പോലുള്ള ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളുകളെ വളരെ ഒരു ദുർഘട സന്ധിയിൽ എത്തിക്കുന്ന ഒരു ചോദ്യമാണ് യഥാർത്ഥത്തിൽ, ഈ ഒരു വിഷയമാണ് യഥാർത്ഥത്തിൽ ശ്രീജിത്ത് പണിക്കർ ഇപ്പൊ ഈ പറഞ്ഞത്. ഓ കണ്ടോ, ഇയാളാ തിരിയാത്ത പേരടിക്ക് നോക്കി ഒരു ഒറ്റ അടിയടി കോയക്കാം. അതിപ്പോ എന്റെ കുറ്റം കൊണ്ടല്ല. കാരണം ഞങ്ങളിപ്പോ ഏറ്റവും വലുതായി നേരിടുന്ന, അതായത് ഈ ഇടതുപക്ഷ നിരീക്ഷകൻ എന്നുള്ള പേര് മാധ്യമങ്ങൾ ചാർത്തി തന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഇപ്പൊ രാഷ്ട്രീയ നിരീക്ഷകരായി പ്രമോഷൻ താങ്കൾ ആവശ്യപ്പെട്ടത് കാരണമാണ് കേട്ടോ രാഷ്ട്രീയ നിരീക്ഷകൻ എഴുതിയത്. പറയണതിന് ഒരു പരിധിയുണ്ട്. മനസമാധാനം എന്ന് പറയണത് എനിക്ക് ഈ ജീവിതത്തിൽ കിട്ടില്ല, അത് ഉറപ്പാ. പ്രതിസന്ധിയിലേക്കാണ് എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഇപ്പോ എന്നെ കൊണ്ട് എത്തിച്ചത്. കാരണം DYFIയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഒരു 3-4 ചോദ്യം ചോദിച്ചു ഫേസ്ബുക്കിൽ. അപ്പൊ ഒടുവിൽ ആ ചോദ്യങ്ങൾക്ക് ആരാണ് ഇടതുപക്ഷ നിരീക്ഷകൻ എന്നായിരുന്നു ആദ്യത്തെ ചോദ്യം. അതിനൊക്കെ മറുപടി ഫേസ്ബുക്കിൽ എഴുതേണ്ട അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് ശ്രീജിത്ത് പണിക്കർ ഈ തരത്തിലുള്ള ഒരു ചോദ്യം ചോദിച്ചത്. അപ്പൊ അതിനകത്ത് ഞാൻ എഴുതിയ മറുപടി, ഈ തരത്തിൽ ബാലറ്റ് വിപ്ലവത്തിലൂടെ ഇടതുപക്ഷങ്ങൾ അധികാരത്തിലേറുമ്പോ ഇടതുപക്ഷത്തിന് ന്യായീകരിച്ച് കളയാം എന്ന് കരുതി മാധ്യമ ക്ഷണം സ്വീകരിച്ച ഒരു പൈസ പോലും പ്രതിഫലം കിട്ടാതെ മാധ്യമങ്ങൾ ഇടതുപക്ഷ നിരീക്ഷകൻ, ഇടത് സഹയാത്രികൻ, ന്യായീകരണ തൊഴിലാളി എന്നൊക്കെ പറഞ്ഞ പേര് കൊടുത്ത് ഈ അവതാരകൻ ഉൾപ്പെടെയുള്ള ശ്രീജിത്ത് പണിക്കരെ പോലെയുള്ള ബാക്കിയുള്ള ആളുകൾക്കും കൂടെ ഒത്തുചേരാനായി പല വിരുദ്ധ സാഹചര്യങ്ങളിൽ ഇരുന്ന് കൊടുക്കുന്ന ആളാണ് ഇടതുപക്ഷ നിരീക്ഷകൻ എന്ന് ഞാൻ വസീഫിനൊരു മറുപടി കൊടുക്കേണ്ടി വന്നു. എന്തേ മതിയായോ? കൊറേ നേരം ഇങ്ങനെ കിടന്ന് പടയ്ക്കണു. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ഓരോന്നിനും ഞാൻ മറുപടി കൊടുത്തു. അപ്പൊ ഈ തരത്തിൽ വളരെ വലിയൊരു ദശാസന്ധിയിൽ നമ്മൾ നിൽക്കുമ്പോഴാണ് ശ്രീജിത്ത് പണിക്കർ ഇത്രയും വലിയൊരു ചോദ്യം എന്നോട് ചോദിച്ചത്. താങ്കൾ ഇങ്ങനെ ഒരു ദശാസന്ധിയിലാണെങ്കിൽ വീടുകളിൽ പോകുന്ന CPM നേതാക്കളുടെ ഗതി എന്താകും? എന്റെ കഷ്ടകാലം എന്നല്ലാതെ എന്ത് പറയാൻ. മഞ്ജുഷേ, ഈ ഇടത് നിരീക്ഷകർ എന്ന് പറഞ്ഞ് നിങ്ങൾ ഇരുത്തിയിരിക്കുന്ന എല്ലാ ആളുകളും ദശാസന്ധിയിലല്ലേ? കാരണം വസീഫ് ചോദിച്ച അടുത്ത ചോദ്യം, നിരീക്ഷകൻ പാർട്ടിക്ക് അകത്താണോ പുറത്താണോ, ഇതായിരുന്നു അടുത്ത ചോദ്യം. അപ്പോ അതിന് ഞാനൊരു മറുപടി പറഞ്ഞു. ആ മറുപടി കേൾക്കുമ്പോ യഥാർത്ഥത്തിൽ ഇതിനുള്ള ഉത്തരം ശ്രീജിത്ത് പണിക്കറിന് കിട്ടും. ആണല്ലോ, നിന്റെ ഈ വാക്യം വിശ്വസിക്കാം. നീയാണ് സാക്ഷി. ഉറപ്പാണല്ലോ? ഉറപ്പാണല്ലോ. കയ്യൂരും കരിവെള്ളൂരും പുന്നപ്പുറയിലും വയലാറിലും ജീവൻ ത്യജിച്ചവരും സമരത്തിൽ ത്യാഗം അനുഭവിച്ചവരും പങ്കെടുത്തവരും ഈ പാർട്ടിക്ക് അകത്താണോ പുറത്താണോ, ഇതാണ് ഞാൻ ചോദിച്ച അതിന്റെ മറുപടി. ഈ മറുപടിയിൽ നിന്ന് എല്ലാത്തിന്റെയും മറുപടി ഞാൻ പറയുന്നില്ല. എടോ രവീന്ദ്ര, താൻ എന്തൊക്കെ കാണിക്കുന്നത് ഉണ്ടാ? താനൊന്നും ഉണ്ടായിരിക്കടോ, ഇവനെ ഒന്നും ഇതൊന്നും കാണിച്ചാ പോരാ. എനിക്ക് തോന്നുന്നത് ശ്രീ പ്രജി എനിക്ക് തോന്നുന്നത് ഇടതുപക്ഷ നിരീക്ഷകരായിട്ടുള്ള ആൾക്കാർ ഒരു AKG സെന്റർ സന്ദർശനം, ഒരു ഗൃഹസമ്പർക്കം നടത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ എല്ലാവരും കൂടെ കൂട്ടായിട്ട് ചെന്ന് നിങ്ങൾ ആരാണ് എന്ന് അവിടെ വിശദീകരിച്ചു കൊടുക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് ഞാൻ ആ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിച്ചത് ഇങ്ങനെയാണ് ശ്രീജിത്തെ. പ്രതിഫലയിച്ച തീരെയില്ലാത്ത ഇപ്പോഴത്തെ വിപ്ലവ സിംഹങ്ങളായ ശോഭന ജോർജ്, ഷാഹിദ കമാൽ, P സരിൻ, PS പ്രശാന്ത്, OK വാസു, KP അനിൽകുമാർ, MV നികേഷ് കുമാർ, MR മുരളി, ഭീമൻ രഘു എന്നിവർക്ക് വിപ്ലവ അഭിവാദനങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ആ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിച്ചത്. ഓ, ഈ സഖാക്കളുടെ ഒരു വർഗസ്നേഹേ. ഞാൻ ജനിച്ചപ്പോ തൊട്ട് തന്നെ ഈ പാർട്ടിയായി ജനിക്കുകയും എന്നത് എങ്ങനെ ഈ പാർട്ടിയായി ജനിക്കുമെന്ന് ശ്രീജിത്തിന് ചിലപ്പോൾ ഒരു സംശയം തോന്നും. അതായത് അതുപോലെയുള്ള ഒരു പശ്ചാത്തലത്തിൽ, ആ കുടുംബ പശ്ചാത്തലത്തിൽ ജനിക്കുകയും അങ്ങനെ ഒരു പാർട്ടി കുടുംബത്തിൽ ജീവിക്കുകയും അതുകൊണ്ട് തന്നെ ഈ പാർട്ടിയോടുള്ള കമ്മിറ്റ്മെന്റിന്റെയും സ്നേഹത്തിന്റെയും അടിസ്ഥാനത്തിൽ ഇപ്പോഴും ഈ ചർച്ചയ്ക്ക് വന്നിരിക്കുകയും ചെയ്യുന്ന ഞങ്ങളോടാണ് വസീഫ് ചോദിച്ചത്, ഈ ഇടത് നിരീക്ഷകൻ എന്ന് പറയുന്ന പട്ടം ഇതെങ്ങനെയാണ് കിട്ടുന്നത്? ഞാനാണിപ്പോ മാനങ്കര മണ്ഡലത്തിലെ പാർട്ടിയുടെ ബുദ്ധിജീവി. സ്റ്റഡി ക്ലാസ്സുകളൊക്കെ എടുക്കുന്നത് ഇപ്പൊ ഞാനാണ്. ഈ തരത്തിൽ പാർട്ടി കുടുംബങ്ങളിൽ ജനിക്കുകയും രാഷ്ട്രീയ പ്രവർത്തനം കോളേജുകളിലും സ്കൂളുകളിലും നടത്തുകയും ഇപ്പോഴും ഞങ്ങളുടെയൊക്കെ മനസ്സിൽ കെടാതെ ഈ പാർട്ടിയോടുള്ള കൂറും സ്നേഹവും
സൂക്ഷിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ വരുന്ന ഞങ്ങളെപ്പോലുള്ള ആളുകൾ കേരളത്തിൽ ഇപ്പോഴും ഈ പാർട്ടിയിൽ ഉണ്ട് എന്നുള്ളതാണ് ഈ പാർട്ടിയുടെ അടിത്തറ. വിദ്യാഭ്യാസമുള്ള ഒരുത്തനും നമ്മളെ പാർട്ടിയിലില്ലേ? നിന്റെ പൊളിറ്റിക്കൽ കരിയറിന്റെ അന്ത്യം ഈ ചെക്കനെ കൊണ്ടായിരിക്കും.